പാഠം 595 മരണം തമാശയാകുമ്പോൾ. രാവിലെ പത്രം വായിച്ചോണ്ടിരുന്നാ മതിയോ? ആഫീസിൽ പോകുന്നില്ലേ? ഞാൻ ആഫീസിൽ പോകാൻ തുടങ്ങിയിട്ട് 8-9 കൊല്ലമായി. എപ്പോ പോകണം, എപ്പോ വരണം എന്നൊക്കെ എനിക്കറിയാം. വാടക വീട്ടിൽ നിന്ന് ആഫീസിൽ പോകുമ്പോ 9:48 ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്നാകുമ്പോ അത് പറ്റില്ല. 9:35 ഇറങ്ങിയാലേ 10 മണിക്ക് ആഫീസിലെത്താൻ പറ്റുള്ളൂ. അതും എനിക്കറിയാം. ഞാൻ കൃത്യം 9:35 ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. മോനേഷ സാറേ, ഇതെന്നാ ഇങ്ങോട്ട് മാറിയത്? 3-4 ദിവസമായി. ഓ, വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറിയതാ. ഓ, അത് ശരി. അപ്പൊ ഇവിടെ താമസിച്ചോണ്ടിരുന്നവരോ? പുതിയ താമസക്കാര് വരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നല്ലതാ. ആള് താമസമില്ലാതെ കിടന്നാലേ വീട് നശിച്ചു പോകും. ശരി സാറേ. അതൊന്നല്ലാതെ വേറെന്താ പറയാ? സ്വന്തമായി ഈ വീടുണ്ടായിട്ടും വാടകയ്ക്ക് താമസിക്കാൻ വേറെ വീട് നോക്കിയ ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും എന്റെ മോഹനേട്ടൻ. ഇനി നമുക്ക് തിരിച്ചങ്ങോട്ട് പോകണ്ടോ മോഹനേട്ടാ? ഈ വീട്ടിൽ താമസിക്കാം. നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് എനിക്ക് ആഫീസിൽ പോകാനും നിനക്ക് കോടതിയിൽ പോകാനും എളുപ്പമാണ്. പിന്നെ അവിടെ നമ്മൾ മാസം 4000 രൂപയാണ് വാടക കൊടുക്കുന്നത്. ഇവിടെ കിട്ടുന്നതോ 6500 രൂപ. മാസം 2500 രൂപ ലാഭം കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇതൊക്കെ ചുമ്മാ പറയാന്നല്ലേ ഉള്ളൂ മോഹനേട്ടാ. ഈ വീടിന് എന്തോ ദോഷമുണ്ടെന്ന് ഏതോ ഒരു പണിക്കര് പറഞ്ഞതിന്റെ പേരിലാണ് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടതെന്നൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. ആഫീസിലേക്കുള്ള ദൂരക്കുറവിന്റെയും 2500 രൂപ ലാഭത്തിന്റെ ഒക്കെ കഥ ചുമ്മാ ഇങ്ങനെ പറയാന്ന് മാത്രമേ ഉള്ളൂ. ഹലോ, മോനേഷ് സാറല്ലേ? അതെ സാർ, ഞാനാ രാമൻകുട്ടി. ആഹാ, എന്താ രാമൻകുട്ടി? അല്ല, ചെറിയൊരു വാർത്ത കേട്ടു. അത് സത്യമാണോന്നറിയാൻ. ഞാൻ വീട് മാറിയ വാർത്തയല്ലേ? അത് സത്യമാണ്. അത് ഞാൻ അറിഞ്ഞു സാർ. അതുകൊണ്ടാണല്ലോ ഈ ഫോണിൽ വിളിച്ചത്. പിന്നെന്ത് വാർത്ത? അല്ല, വക്കീല് അവിടെ ഉണ്ടോ സാറേ? ഉണ്ട്. ഉണ്ടോ? ഉണ്ടെന്നല്ലേ പറഞ്ഞത്. രാമൻകുട്ടിക്ക് എന്താ വേണ്ടത്? അല്ല, വക്കീലിന് എന്തോ അപകടം പറ്റിയെന്നൊരു വാർത്ത കേട്ടു. എന്താ വേണം? അത് പിന്നെ വക്കീല് യാത്ര ചെയ്ത കാറ് ലോറിയിൽ ഇടിച്ചെന്നോ വക്കീല് മരിച്ചുപോയെന്നൊക്കെ. രാമൻകുട്ടിയോട് ആരാ പറഞ്ഞത്? ഫേസ്ബുക്കിലുണ്ടെന്നാ എല്ലാരും പറയുന്നത്. ഫേസ്ബുക്കിൽ എന്തുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ രാമൻകുട്ടി പറഞ്ഞ വക്കീല് ഇവിടെ ഉണ്ട്. ഒരവിടെ വരില്ല. നീ ഏതോ വാഹനം അവിടുത്തെ വിട്ട് മരിച്ചുപോയെന്ന് ബാബു രാമൻകുട്ടി പറയുന്നു. ഞാൻ മരിച്ചുപോയെന്നോ? നീയും നിന്നെ പോലുള്ള ആളുകളും ഇപ്പോ മുഴുവൻ സമയവും കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലൊക്കെ ആണല്ലോ. അങ്ങനെ ഏതോ വഴിക്ക് രാമൻകുട്ടി അറിഞ്ഞ കാര്യമായത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഇത്തരം സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതെന്ന്? അത് സാങ്കേതിക വിദ്യയുടെ കുഴപ്പമല്ല, ഉപയോഗിക്കുന്നവരുടെ കുഴപ്പമാണ്. മോഹനേട്ടൻ നീ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയ വളരെ പ്രയോജനമുള്ള ഒന്നാ. വിദ്യയാണല്ലോ ആ വിദ്യ. ഞാൻ വീട്ടിലുണ്ട്. അത് ശരി. ഇതാരാ ചെയ്തെന്ന് വല്ല പിടിയുണ്ടോ? അതെന്തായാലും കൊള്ളാലോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. സംഗതി സത്യമാ. ഞാൻ കാർ അപകടത്തിൽ മരിച്ചുപോയെന്നാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ഫോട്ടോ വേണ്ടെന്ന്. ഏത് വായി നോക്കി അത് ചെയ്തെന്നാ ഞാൻ ആലോചിക്കുന്നേ. ആലോചിച്ചൊരു കാര്യമില്ല. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
നീ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ പകുതിയും ഉടമസ്ഥനില്ലാത്ത വാർത്തകളാണ് എന്ന് കഴിഞ്ഞ ആഴ്ചയും ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. നിന്നെപ്പറ്റി ഇപ്പൊ ഫേസ്ബുക്കിൽ വന്നു എന്ന് പറയുന്ന വാർത്തയും അത്തരം ഒരു തന്തയില്ലാത്ത വാർത്തയായിരിക്കും. ഇത് ഹലോ സാറേ, ഞാനാ ശിശുപാലൻ. എന്താ ശിശുപാല? അല്ല സാർ, ഞാൻ വിളിച്ചതേ വക്കീൽ അവിടെ ഉണ്ടോ സാർ? എന്താ കേസിനായിരുന്നോ? അല്ല സാർ, എന്നെ 1-2 പേര് വിളിച്ച് ഒരു കാര്യം അന്വേഷിച്ചിരുന്നു. എന്ത് കാര്യം? അത് വക്കീലിനെന്തോ അപകടം പറ്റിയെന്നോ മറ്റോ. അതില് എന്തെങ്കിലും സത്യമുണ്ടോ സാർ? ശിശുപാലൻ ഉദ്ദേശിച്ച വക്കീൽ എന്റെ ഭാര്യ സത്യഭാമയാണെങ്കിൽ ശിശുപാലൻ കേട്ടതിൽ ഒരു വാസ്തവമില്ല. കാരണം ഭാമ ഇപ്പോൾ ഇവിടെ ഈ വീട്ടിൽ എന്റെ തൊട്ടടുത്തുണ്ട്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ സാർ. ഇനി ആരെങ്കിലും വിളിച്ചാൽ എന്നെ വിളിക്കാൻ പറയൂ. മറുപടി ഞാൻ പറഞ്ഞോളാം. മനസ്സിലായോ? ഓ സാർ. പിന്നെ എങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത വന്നു? ഹലോ, അതെ ശിശുപാലന. താമരാശ, എന്തുണ്ട് വിശേഷം? ഓ, നീയും കേട്ടോ? അതിൽ ഒരു കാര്യമില്ല. ഞാനിപ്പോ മോഹനേഷ് സാറിനെ വിളിച്ച് വച്ചതേ ഉള്ളൂ. ഞാൻ സത്യ പറയുന്നേ. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ മോഹനേഷ് സാറിനെ വിളിക്ക്. അങ്ങനെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ, ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് വെച്ചാൽ. ഹലോ, അതെ ഉത്തമനാണ്. പുരുഷോത്തമ സാറേ, രാവിലെ എന്തൊക്കെയുണ്ട് വിശേഷം? വക്കീലോ? ആര് പറഞ്ഞേ? എന്റെ പുരുഷോത്തമ സാറേ, രാവിലെ മനുഷ്യനെ വടിയാക്കല്ലേ. ഒരു പ്രശ്നവും മോഹനേഷ് സാർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. തൽക്കാലം സ്വന്തം വീട്ടിലേക്ക് അങ്ങ് മാറി. അതുകൊണ്ടാണ് വാടക വീട് പൂട്ടിയിട്ടിരിക്കുന്നത്. ഓ, എന്റെ പൊന്ന് സാറേ, ഞാനല്ലേ പറയുന്നേ. സാറ് ധൈര്യമായിട്ട് വിശ്വസിക്കണം. ചേടാ, എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? ഈ ജനത്തിനൊക്കെ ഭ്രാന്താണല്ലേ. കഷ്ടം. ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കുന്നത് ശിശുപാലൻ ചേട്ടൻ എന്താ പറഞ്ഞത് പറ. ശിശുപാലൻ അറിയേണ്ടത് നീ എപ്പോഴാ മരിച്ചുപോയെന്നാ. എന്റെ ഈശ്വര, ഇത് വലിയ പുലിവാലായല്ലോ. ഇനിയിപ്പോ എന്താ മോനോട്ട് ചെയ്യാ? എന്ത് ചെയ്യാൻ? നിന്നെയും എന്നെയും പരിചയമുള്ള സകലരും വിളിക്കും. എല്ലാവരോടും നമ്മൾ സമാധാനം പറയേണ്ടി വരും. അടുത്ത ഫോൺ. ഹലോ, അതെ. ഏത് താമരക്ഷ? താമരക്ഷം കേട്ടത് ശരിയല്ല. ഭാമയ്ക്ക് ഒരു അപകടവും സംഭവിച്ചിട്ടില്ല. ഫേസ്ബുക്കിൽ അത് എങ്ങനെ വന്നു എന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് അന്വേഷിക്കില്ല എന്റെ ജോലി. എന്റെ ഭാര്യയെ പറ്റി ഞാൻ പറയുന്നതിനപ്പുറം ആധികാരികത വേറെ ആര് പറഞ്ഞാലും ഇല്ല എന്ന് താമരക്ഷം മനസ്സിലാക്കണം. മേലിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വിളിക്കരുത്. വിളിച്ച താമരക്ഷം വിവരം അറിയും. അഹങ്കാരി. വിളിക്കുന്നവരുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് എന്താ മോനോട്ട് കാര്യം? അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ വേണ്ടത്. എന്റെ ജോലി അതല്ല. ഏതോ ഒരു ഞരമ്പ് രോഗി ഫേസ്ബുക്കിൽ കുറിച്ചിട്ട എന്തോ ഒരു വിഡിതത്തിന്റെ പേരിൽ നാട്ടുകാരോട് സമാധാനം പറയേണ്ട സമയം മോഹനകൃഷ്ണൻ ഇല്ല. ഉദാന അറിയാട്ടോ. നമസ്കാരമുണ്ട് സാറേ. വക്കീലില്ലേ? വക്കീലിനെ കാണാനാണ് വന്നെങ്കിൽ ഉത്തമൻ എന്തിനാ സാറേ എന്ന് വിളിച്ചത്? അല്ല, അത് പിന്നെ സാറേ, വക്കീൽ ഇവിടെ ഉണ്ടോന്നൊരു സംശയം, അതുകൊണ്ടാണ്. പിന്നെ വക്കീൽ ഇവിടെ ഇല്ലേ സാറേ? എന്താ ഉത്തമ? ഭഗവാനെ, ആളിതാ നിൽക്കുന്ന ജീവനോടെ പച്ചയ്ക്ക്. എന്റെ വക്കീൽ ഉള്ളത് പറയാലോ. എല്ലാരോടും പറഞ്ഞപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. എല്ലാരും കൂടി എന്തു പറഞ്ഞപ്പോ? ഒന്നും പറയണ്ട സാറേ. ഇന്ന് നേരം വെളുത്തത് മുതൽ ഫോണിലേക്ക് വിളിയോട് വിളി.
എല്ലാവർക്കും അറിയേണ്ടത് ഒരേ ഒരു കാര്യമാണ്, വക്കീലിന് വല്ല അപകടവും പറ്റിയൊന്ന്. ഫേസ്ബുക്കിൽ ആരും ഇട്ട മരണ വാർത്ത എന്നാ പറഞ്ഞത്. വക്കീല് കാറിൽ പോകുമ്പോ കാറ് ലോറിയും കൂടെ കൂട്ടിയിടിച്ചു. വക്കീല് സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയെന്നാണ് വാർത്ത. ഈ സംഭവം അറിഞ്ഞിട്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് സാറേ. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. പക്ഷെ ഒരുപാട് ഫോൺ വിളിയായപ്പോ സത്യം പറയാനല്ലോ സാറേ, എനിക്ക് തന്നെ ഒരു സംശയം തോന്നി. ഇമ്മാതിരി സാമൂഹ്യ മാധ്യമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന തെമ്മാടികൾ ഒരുപാടുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ നിരോധിക്കണമെന്ന്. മനുഷ്യൻ വാർത്തകൾ അറിയേണ്ടത് പത്രം വായിച്ചിട്ടാണ്, അല്ലാതെ ഏതെങ്കിലും നെറ്റ്വർക്കിലൂടെ എന്തെങ്കിലും കാണുന്നതോടെ അതും വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോകുന്നതിനോടല്ല. ഞാൻ പറഞ്ഞല്ലോ മോഹനേട്ടാ, നിരോധനം കൊണ്ട് എന്ത് ചെയ്യാനാണ്? പണ്ട് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർത്തത് വിമാനം ഇടിച്ചു കയറ്റിയല്ലേ? അതെ. അതിന്റെ പേരിൽ വിമാനം നിരോധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വ്യക്തിപരമായ ശത്രുത തീർക്കാനായി ആളുകളെ അപകീർത്തിപ്പെടുത്താനും ഈ സോഷ്യൽ മീഡിയ സൈറ്റുകൾ ഉപയോഗിക്കുന്നവരെയല്ലേ തടയേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ഭയങ്കര അക്രമമായി പോയി. എന്ത് വൈരാഗ്യത്തിന്റെ പേരിലായാലും ഒരാൾ മരിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഹലോ, അതെ, ഉത്തമനാണ്. അയ്യേ, അത് ശുദ്ധ നുണയാണ്. ഞാനിപ്പോ വക്കീലിന്റെ അടുത്ത് നിൽക്കുകയല്ലേ. വക്കീലിന് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയാണ് ദിവാര. ഓ ശരി 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 ശരി. ഇതിപ്പോ 10-300 കോളായി. എന്നാൽ ഇത് ആരിത് ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വിട്ടിട്ട് കാര്യമില്ല. വിളിക്കുന്നത് ആരായാലും ഇന്ന് അവന്റെ അന്ത്യമായിരിക്കും. അതെ, വക്കീല് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിൽ വേറൊരു സംഭവം ഇട്ടാലോ? ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. വില്ലേജ് ഓഫീസർ ആരുടെയെങ്കിലും തന്തയ്ക്ക് വിളിക്കുന്നതിന് മുന്നേ ആദ്യം ഞാൻ കോംപ്രമൈസ് ചെയ്യട്ടെ. എന്നാലും ഏത് തെണ്ടിയടാ ഈ തെണ്ടിത്തരം കാണിച്ചത്? എന്റെ ഭാര്യ സത്യഭാമ യാതൊരു അപകടത്തിലും പെട്ടിട്ടില്ല. അവൾ സുഖമായി എന്റെ വീട്ടിൽ എന്നോടൊപ്പം തന്നെ ഉണ്ട്. എവിടെ നിന്നോ കേട്ടൊരു വാർത്തയുടെ പേരിൽ എന്റെ ഫോണിൽ വിളിച്ച് അനാവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് എന്റെ മനസ്സമാധാനം തകർത്താൽ വിളിക്കുന്നവന് ആരായാലും വിവരം മനസ്സിലായോ? ക്ഷമിക്കണേ സാർ, സാറാണെന്ന് കരുതിയില്ല. ഇല്ല സാർ, ഒന്നും സംഭവിച്ചിട്ടില്ല. ഭാമയുടെ ഏതെങ്കിലും ശത്രുക്കൾ ഏതായിരിക്കും. നേർക്ക് നേരെ വരാൻ ധൈര്യമില്ലാത്ത അലവലാദികളാണല്ലോ ഇങ്ങനെ ഒളിച്ചോരോന്നൊക്കെ ചെയ്യുന്നത്. അതെ സാർ. ശരി സാർ, ഞാൻ ഇറങ്ങിയേക്കാം. തഹസിൽദാരായിരുന്നു. താലൂക്ക് ഓഫീസിലുള്ള സകലരും സാറിനെ വിളിച്ചു ചോദിച്ചെന്ന്. മോഹനേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടണ്ട. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. എന്നൊരു ദിവസം കൊണ്ട് ആ പ്രശ്നം തീർന്നു പോയിക്കോളും. അതൊക്കെ വിട്ടുകളാ. എങ്ങനെ വിട്ടുകളെ? മനുഷ്യന് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്താണോ തമാശ കാണിക്കുന്നത്? തമാശ വീട്ടിൽ കാണിക്കുന്നു. എന്നാൽ ഇത് കുറച്ച് അക്രമമായിപ്പോയി കാഞ്ഞന സാറേ. ജീവിച്ചിരിക്കുന്ന ആളെപ്പറ്റി ഇമ്മാതിരി തോന്നിവാസം പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ ആ പോസ്റ്റ് ഇട്ടവനെ അടിച്ച് അവിടെ പല്ല് താഴെ ഇടുക വേണ്ട. എന്റെ പ്രഫേ, ഇതിപ്പോ നമുക്ക് അറിയാന്നുള്ള ഒരാളായതുകൊണ്ട് നമുക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. നെറ്റ്വർക്കിൽ വരുന്ന പല കഥകളും ഇത്തരം നുണകളാ. നിങ്ങളീ പറയുന്ന നെറ്റ്വർക്കൊന്നും എനിക്കറിയില്ല. എനിക്ക് കമ്പ്യൂട്ടറില്ല, മൊബൈലിൽ നിങ്ങൾ ഈ പറയുന്ന സൗകര്യമൊന്നും ഇതിനകത്തില്ല. എന്നാലും നാട്ടിൽ നടക്കുന്ന സകല കാര്യങ്ങളും എനിക്കറിയാം. എന്തുകൊണ്ടാ? ഞാൻ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവനാ. പത്രത്തിൽ വായിക്കേണ്ട വാർത്തകളൊക്കെ ഇമാതിരി നെറ്റ്വർക്കിൽ അന്വേഷിച്ചു പോകുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമസ്കാരം സാർ. നമസ്കാരം. കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ആരാ ഇത് ചെയ്തെന്ന് വല്ല പിടിയുണ്ടോ സാർ? എങ്ങനെ അറിയാനാ? ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്ന ഏത് ഞരമ്പ് രോഗികൾക്കും ഇന്റർനെറ്റിൽ എന്ത് വേണമെങ്കിലും കുറിച്ചിടാമല്ലോ. ഇന്ന് എനിക്ക് വന്ന 100 കൂടുതൽ കോളാണ് സാർ. ഞാൻ സമാധാനം പറഞ്ഞു മടുത്തു. എന്നെ ഒരുപാട് പേര് വിളിച്ചിരുന്നു വക്കീലിന് എന്താ പറ്റിയെന്ന് ചോദിച്ചിട്ട്. വക്കീലിന് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ ആണയിട്ട് പറഞ്ഞിട്ടും ആരും വിശ്വസിക്കുന്നില്ല. നെറ്റിലുള്ളത് കള്ളാവില്ലെന്നാ അവര് പറയുന്നത്. അപ്പൊ പിന്നെ അവരോടൊക്കെ നെറ്റിലുള്ളതെന്ന് വിശ്വസിച്ചോളാം പറയാം. എന്റെ ഭാര്യയ്ക്ക് ഒരു അപകടവും പറ്റാത്ത സ്ഥിതിക്ക് ഞാൻ മേടിക്കുന്ന കാര്യമില്ലല്ലോ. ഇതിങ്ങനെ വെറുതെ വിടരുത് സാർ. മര്യാദയ്ക്ക് ജീവിക്കുന്നതിനെ പറ്റി ഇമാതിരി തോന്നിവാസം കാണിക്കുന്നതിനെ പിടിക്കാൻ ഈ നാട്ടിൽ നിയമം ഉണ്ടല്ലോ. എന്ത് നിയമം?
എന്റെ ശിശുപാലൻ ചേട്ടാ, പോലീസിലെ സൈബർ സെല്ലിൽ ഒരു പരാതി കൊടുത്താൽ ഈ പോസ്റ്റർ എവിടെന്നാ ചെയ്തിരിക്കുന്ന അറിയാൻ പറ്റും. സാറ് സൈബർ സെല്ലിൽ വിളിച്ച് പറയണം സാറേ. തഹസിൽദാരുടെ അളിയൻ സൈബർ സെല്ലിൽ ഉണ്ടല്ലോ, അവരന്വേഷിച്ച് അവനെ പിടിച്ചോളും. ഇവനെന്ന് വെറുതെ വിടരുത് സാറേ. ആളുകളുടെ മനസ്സമാധാനം കളഞ്ഞ് സന്തോഷിക്കുന്ന ഇവനെയൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇന്ന് വക്കീലിന് പറ്റിയത് നാളെ നമുക്ക് ആർക്കെങ്കിലും ആവും പറ്റുക. ഹലോ, അതെ. ആ, സുധാകർ സാറോ? എന്തൊക്കെയുണ്ട് സാർ വിശേഷം? എന്റെ ശബ്ദം കേട്ടപ്പോഴെങ്കിലും സാറിന്റെ സംശയം മാറിയില്ലേ? മരിച്ചുപോയവർ ഫോണിൽ സംസാരിക്കുന്ന ഒരു നാട്ടുതറപ്പം നമ്മുടെ നാട്ടിലില്ലല്ലോ. ശരി, വിളിച്ചത് സന്തോഷം. എന്റെ ഈശ്വര, ഇനി എത്ര ദിവസം സമാധാനം പറയേണ്ടി വരുമോ എന്തോ. നമസ്കാരം വക്കീലേ. ആ, ദിലീപോ? ആ, ഞാൻ വക്കീലിനൊന്ന് കാണാൻ വന്നതാ. അതെനിക്ക് മനസ്സിലായി. കാര്യം പറ. അല്ല, അന്ന് സ്നേഹലതയ്ക്ക് വേണ്ടി വക്കീല് കേസ് വാദിച്ചുകൊണ്ട് എനിക്കൊരു പ്രയാസം ഉണ്ടായിന്ന് വക്കീലിന് അറിയാലോ. പിന്നെ സ്നേഹലതയ്ക്ക് വേണ്ടി കേസ് വാദിക്കാൻ ഞാൻ തീരുമാനിച്ച അന്ന് തന്നെ ദിലീപ് എന്നെ ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചിരുന്നു. അതിനോട് എങ്ങനെയാ പ്രതികരിക്കേണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പോട്ടേന്ന് ഞാനങ്ങ് വെച്ചു. സ്നേഹലതയുടെ കേസ് ഞാൻ വാദിച്ച് ജയിച്ച ദിവസം ദിലീപ് എന്നെ പിന്നെ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി. സ്വാഭാവികമായും ഞാൻ പോലീസിൽ പരാതിപ്പെട്ടു. ദിലീപ് അകത്തുപോയി. ഇനിയിപ്പോ എന്താണാവോ പുതിയ പ്രശ്നം? എനിക്കൊരു അബദ്ധം പറ്റി വക്കീലേ. വക്കീലിനോടുള്ള ദേഷ്യം തീർക്കാൻ ഞാനാ ഇന്നലെ രാത്രി ആ വാർത്ത ഫേസ്ബുക്കിൽ ഇട്ടത്. നേരിട്ട് വന്ന് എന്തെങ്കിലും പറഞ്ഞ വക്കീല് പോലീസിൽ പരാതിപ്പെടുന്ന അറിയാവുന്നത് കൊണ്ടാ ഇങ്ങനൊരു വഴി നോക്കിയത്. ഫേസ്ബുക്ക് ആവുമ്പോ ആരും എന്നെ കണ്ടുപിടിക്കില്ല എന്ന് വിചാരിച്ചു. എന്നിട്ട് മോഹനകൃഷ്ണൻ സാറ് ഇന്ന് പോലീസിന്റെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിരിക്കുക. തഹസീൽദാരുടെ ഏതോ ബന്ധുവാ കേസ് അന്വേഷിക്കുന്ന CI. പരാതി കിട്ടിയ പാടെ വക്കീലിനോട് ശത്രുതയുള്ളവരുടെ ലിസ്റ്റ് CI പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു. സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പരിചയമുള്ളൊരു കോൺസ്റ്റബിളെ വിളിച്ചു പറഞ്ഞത്. വക്കീലെ, അവരന്വേഷിച്ച് വന്നാൽ ഞാൻ അകത്തായി പോകുന്നുള്ളത് ഉറപ്പാണ്. വക്കീൽ എന്നെ രക്ഷിക്കണം. ഇനിമേലിൽ ഞാനത് ആവർത്തിക്കില്ല, സത്യമായിട്ട് ആവർത്തിക്കില്ല. ഫോണിൽ വിളിച്ച് ചീത്ത വിളിച്ചതിന് പോലീസ് പിടിച്ചപ്പോഴും ദിലീപ് ഇത് തന്നെയല്ലേ പറഞ്ഞത്? പോട്ടെ എന്ന് കരുതി ഞാൻ കേസ് പിൻവലിച്ചു. അപ്പോഴാണ് ഇങ്ങനൊരു പുതിയ അഭ്യാസം. ഇങ്ങനെ എത്ര അഭ്യാസങ്ങൾ ഇനി കയ്യിലുണ്ട്? വക്കീൽ എന്നെ ഉപദ്രവിക്കരുത്. ഇനി ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. വക്കീല് കേസ് പിൻവലിക്കണം. നടക്കില്ല. കേസ് കൊടുത്തത് ഞാനാണ്. അതെങ്ങനെ വക്കീല് പിൻവലിക്കും? എന്റെ പൊന്നു സാറേ, ഞാൻ കാല് പിടിക്കാം, ഉപദ്രവിക്കരുത്. ഇനി ഈ ജന്മത്തിൽ ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പോലീസ് പിടിക്കുന്ന ഉറപ്പായപ്പോ ക്ഷമ ചോദിക്കാൻ വന്നിരിക്കുക. അകത്ത് പോ. അകത്ത് പോകാനാ പറഞ്ഞത്. ദിലീപ് വരൂ. ദിലീപിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പിന്നൊരു അനിയത്തി. കല്യാണം കഴിച്ചിട്ടില്ലേ? കഴിച്ചു, പക്ഷെ ഡിവോഴ്സായി. വക്കീല എന്റെ ഭാര്യയ്ക്ക് വേണ്ടി കേസ് വാദിച്ചത്. ഇത്തരം വൃത്തികെട്ട സ്വഭാവങ്ങൾ കയ്യിലുള്ള തന്നെ തന്റെ ഭാര്യ ഉപേക്ഷിച്ചു പോയതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. പക്ഷേ അതിന്റെ പേരിൽ എന്റെ ഭാര്യയെ പറ്റി അനാവശ്യം പറയുന്നത് ഞാൻ സഹിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളുകൾ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നാണ് നല്ല മനസ്സുള്ളവർ ആഗ്രഹിക്കുക. അങ്ങനെയുള്ളപ്പോ പ്രിയപ്പെട്ട ഒരാളുടെ മരണവാർത്ത അത് തമാശക്കാണെങ്കിൽ പോലും കേൾക്കുന്നത് സ്നേഹമുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അറിയാം സാർ,
ഇനി ഞാൻ ആവർത്തിക്കില്ല. ഇനി ആവർത്തിക്കേണ്ടി വരില്ല. കാരണം ദിലീപ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ പോലീസുകാർക്കറിയാം. അയ്യോ സാറേ, ഇമാതിരി തെണ്ടിത്തരം കാണിച്ച നിന്റെ കാരണക്കുറ്റിയെ അട്ടിച്ച് പൊട്ടിക്കാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഒരു ഗാന്ധിയനായി പോയത് കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. വേറെ സ്ഥലം വിടാൻ നോക്ക്. സാർ. ദിലീപേ, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഒന്നുകിൽ ആണുങ്ങളെ പോലെ പെരുമാറണം, ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെ പോലെ പെരുമാറണം. ആണും പെണ്ണും കെട്ട അവസ്ഥയിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്തത് അന്തസ്സില്ലാത്ത പരിപാടിയാണ്. മനസ്സിലായോ? ഓ മോഹനട്ട പോലീസ് പരാതിപ്പെട്ടു എന്നുള്ള നേരാണോ? എന്താ സംശയം? അന്യായമായ കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കാനാണല്ലോ പോലീസ് എന്ന് പറയുന്ന സംവിധാനം. ഇവിടെ നടന്നത് ഒരു അന്യായമാണ്. അപ്പോ പോലീസ് തന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഞാനിത് ആലോചിക്കാതിരുന്നില്ല മോഹനട്ട. പക്ഷെ ഏതോ ഒരു മാനസിക രോഗി കാണിച്ച് എന്തോ ഒരു വൃത്തികേടിന്റെ പേരില് പോലീസ് കേസൊന്നും വേണ്ടാന്ന് കരുതി. അങ്ങനെ കരുതരുത് ഭാമേ. നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ അപകടത്തിൽപ്പെട്ടുവെന്നോ മരിച്ചുവെന്നോ കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന വേദന ചെറുതല്ല. നിന്നെപ്പറ്റി അങ്ങനെ ഒരു വാർത്ത പറഞ്ഞപ്പോ നീ എന്റെ അടുത്തുണ്ടായിരുന്നിട്ട് പോലും എനിക്ക് നൊന്തു. അപ്പോ അടുത്തില്ലാത്ത ഒരാളെ പറ്റി ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോ വേണ്ടപ്പെട്ടവർ എന്തുമാത്രം വിഷമിക്കും. ദിലീപിനെ പോലൊരു തെമ്മാടി അവന്റെ വ്യക്തിവിരോധം തീർക്കാനായി ഇന്ന് നീ മരിച്ചുപോയി എന്നൊരു വാർത്ത പ്രചരിപ്പിച്ചു. ഈ ചെയ്ത വൃത്തികേടിന് പോലീസ് അവനെ പിടികൂടി കോടതിയിൽ ഹാജരാക്കുമ്പോഴേ ഇത്തരം മറ്റു തെമ്മാടികൾക്കും അതൊരു മുന്നറിയിപ്പാവും. ഇത്തരം തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല ഭാമേ. കാരണം ഇങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ കാരണം എത്രയോ പേർ ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുണ്ടാവും, എത്രയോ പേർ ആശങ്കപ്പെട്ട് രോഗികളായിട്ടുണ്ടാവും. അപ്പോ ആ വാർത്ത കേട്ടിട്ട് മോഹനട്ടന് ശരിക്കും സങ്കടം വന്നല്ലേ? ഒരുപാട്. നീ മരിച്ചുപോയെന്ന ഒരാൾ തമാശയ്ക്ക് പറഞ്ഞാൽ പോലും എനിക്കത് സഹിക്കില്ല. കാരണം നീയില്ലാത്തൊരു ജീവിതത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് അങ്ങനെ ആലോചിക്കാനുള്ള ധൈര്യം പോലുമില്ല. ഇത്രയും നേരം ഞാൻ കരുതി ഈ പ്രശ്നം വല്ല വഴിക്ക് പോട്ടെന്ന്. പക്ഷേ ഇനിയിപ്പൊ ഞാൻ സീരിയസാ. ഇത് ചെയ്തവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാതെ ഇനി എനിക്ക് വിശ്രമമില്ല. ദിലീപ് നേരിട്ട് വന്ന് കുറ്റം സമ്മതിച്ചുകൊണ്ട് നമുക്ക് എളുപ്പമായി. കുഴപ്പമൊന്നുമില്ല ഭാമേ. എത്ര രഹസ്യമായി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താലും പ്രതിയെ പിടിക്കാനുള്ള വഴി പോലീസിന്റെ കയ്യിലുണ്ട്. ഈ കേസിലെ പ്രതിയെ പിടികൂടി കയ്യാമം വെച്ച് നാട്ടുകാർ കാണുക നടത്തിയിട്ട് മോഹനകൃഷ്ണൻ പിന്മാറൂ. പിന്നല്ലാതെ എന്റെ വില്ലേജ് ഓഫീസറുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒട്ടും പിന്നോട്ടില്ല. ഹലോ, അതെ, പ്രിയപ്പെട്ട ശങ്കരൻകുട്ടി, എന്റെ ഭാര്യ സത്യഭാമ യാതൊരു പ്രശ്നവുമില്ലാതെ ഇവിടെ എന്റെ കൂടെയുണ്ട്. അവൾ മരിച്ചു കാണണമെന്നും ഞങ്ങൾ തമ്മിൽ പിരിയണമെന്നും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഞരമ്പ് രോഗി ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തെങ്കിലും കുത്തിക്കുറിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ശരി, നമ്മളോടാ കളി. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ കാണും. അസൂയക്കാരെ ദൈവം രക്ഷിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ചുപോയി എന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത് ഏത് ന്യായത്തിന്റെ പേരിലായാലും തെമ്മാടിത്തരമാണ്. ഇത്തരം വാർത്തകൾ മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന വേദനയും നടുക്കവും തിരിച്ചറിയാനുള്ള കഴിവ് പോലും ഇല്ലാത്തവരെ സംസ്കാരമുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ പെടുത്താനാവില്ല. അപ്രകാരമുള്ള സംസ്കാരശൂന്യന്മാർ വിചാരിച്ചാൽ അവസാനിപ്പിച്ച് കളയാവുന്നതല്ല സത്യഭാമയെ പോലൊരാളുടെ ജീവിതമെന്ന് ഓർമ്മിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. ഹലോ യൂട്യൂബ്, മൈ നെയിം ഇസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. Samagra Sambhavana Award 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.